ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. ചീനി വേവിക്കുകയാണ് കേട്ടോ. ചീനി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. തലേ ദിവസത്തെ ചീനിയാണ്. അപ്പോൾ ഇന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂരമീനല്ലല്ലോ, മൊത്തത്തിൽ മറന്നുപോയി. അയില മീൻ കിട്ടിയിട്ടുണ്ട്. കുട്ടി അയിലയാണ്. അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്ത് ഐസ് മാറാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചീനി വേവിച്ചത് കുഴച്ചെടുക്കുക കേട്ടോ. കുഴച്ച് ചീനിയും ഉച്ചയ്ക്ക് അയില മീൻകറി, മുളകിട്ട മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ചേട്ടയെ വിളിക്കണമെന്നുണ്ട്. പക്ഷേ ചേട്ടായി പോകാനായിട്ട് റെഡി ആവുമായതുകൊണ്ടാണ് ഞാൻ കുഴയ്ക്കാനായിട്ട് വിളിക്കാഞ്ഞത്. പിന്നെ ഞാനിങ്ങനെ തുടുപ്പിലിരിക്കുന്നത് ഇങ്ങനെ എടുത്ത് തിന്നുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. തുടുപ്പല്ല ശരിക്കും പറഞ്ഞാൽ, അത് ചപ്പാത്തി പലകയാണ് കേട്ടോ. മറ്റേ അതുണ്ടല്ലോ പരത്തുന്നത്. അതാണ് ഞാനിപ്പോൾ ഇവിടെ കുഴയ്ക്കാനൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മീൻ വെട്ടാനായിട്ട് വന്നേ. രാവിലെ കുളിയും ജപമൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ നീലൂസിന് എല്ലാം റെഡിയാക്കിയിട്ട് അവനെ പറഞ്ഞു വിട്ടു. അവന് ചോറും എന്തൊക്കെയാണ് കറി കൊടുത്ത് വിട്ടതെന്ന് എനിക്കൊരു പിടിയില്ല. ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ കൊടുത്തു വിട്ടത്. പിന്നെ പൊട്ടറ്റോ ഫ്രൈയും ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൊടുത്തു വിട്ട് നീലൂസിനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഉച്ചക്കലത്തേന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ മീൻ കറിയും ചീനി വേവിച്ചതും ചോറുമാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. അതുകൊണ്ട് മീൻകറി റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം ഒന്ന് വഴറ്റി തക്കാളിയും എല്ലാം ആക്കി പൊടിയെല്ലാം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ പുളിയിട്ട് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് തിളച്ച് കഴിഞ്ഞപ്പം മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ടു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മുളകിട്ട മീൻകറി എന്ന് പറയുന്നത്. എല്ലാവരും വെക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് കോവയ്ക്ക ഉണ്ടായിരുന്നു, അതും കൂടി മെഴുക്കുവരട്ടി വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.